തുടക്കമേ ആയിട്ടുള്ളൂ എന്ന് കൃഷ്ണമാജി പറഞ്ഞു. അപ്പോൾ ഇനി നിയമസഭയിലേക്ക് വരുമ്പോഴും വമ്പൻ വിജയം നേടുമെന്ന് ഉറപ്പല്ലേ? അതിന് വേറെയും പല കാരണങ്ങൾ കൂടി വരും. നിയമസഭയാകുമ്പോൾ ഇപ്പോൾ SIR അത് 12 സംസ്ഥാനങ്ങളിൽ വരാൻ പോവുക. SIR പ്രാബല്യത്തിൽ വന്നതിന് ശേഷം ആദ്യ തെരഞ്ഞെടുപ്പ് നടന്നത് ബീഹാറിലാണ്. അവിടെ BJP പോലും കണക്ക് കൂട്ടാത്ത വിജയം കിട്ടിയിരിക്കുന്നു. 243-ൽ 202 സീറ്റ് നേടിയാണ് വിജയിച്ചിരിക്കുന്നത്. എന്താണ് SIR? സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവ്യൂ, അതായത് വോട്ടർ പട്ടിക ശുദ്ധീകരിക്കുന്നു. 23 വർഷമായി വോട്ടർ പട്ടിക ശുദ്ധീകരിച്ചിട്ട് ബീഹാറിൽ ശുദ്ധീകരിച്ചപ്പോൾ അതിൽ 58 ലക്ഷം വോട്ടർമാർ ലിസ്റ്റിലുണ്ടായിരുന്നവർ പുറത്തായി. കാരണമെന്താ? 3 കാരണങ്ങൾ. ഒന്ന്, മരണമടഞ്ഞവർ, അവരുടെ പേര് ഇപ്പോഴും ലിസ്റ്റിൽ കിടക്കുന്നു, പലരും വോട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഇലക്ഷൻ തീയതി ആകുമ്പോൾ ആത്മാക്കൾ വന്ന് വോട്ട് ചെയ്യുകയാണ് അവിടെ, അത് തീർന്നു. 2, ഇരട്ട വോട്ടുകൾ, അത് സ്വാഭാവികമാണ്. വീട് മാറുമ്പോൾ ഇത് ക്ലിയർ ചെയ്യേണ്ട ആരായിരുന്നു? സർക്കാരുകൾ ചെയ്തില്ല. മൂന്നാമത്തതാണ് ഏറ്റവും അപകടകരമായ കാര്യം. തീവ്രവാദ സ്വഭാവമുള്ള ബംഗ്ലാദേശിൽ നിന്ന് നുഴഞ്ഞു കയറിയവർ ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ടായിരുന്നു. ഈ 3 പേരെയും വെളിയിലാക്കിയപ്പോൾ ഭാരതത്തിൻ്റെ ശരിയായ വോട്ടർമാർ, ദേശസ്നേഹികളുടെ വോട്ട് മാത്രം വീണപ്പോൾ അവിടെ BJP തൂത്തുവാരി. അടുത്തത് 12 സംസ്ഥാനങ്ങളിൽ ഇതിൻ്റെ പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ ഇപ്പോൾ ഡേറ്റ് കഴിഞ്ഞിരിക്കുന്നു. ഓക്കെ, ഇന്നത്തെ കണക്ക്, ഇന്നത്തെ പത്രങ്ങൾ വായിച്ചാൽ മതി, 25 ലക്ഷം പേര് ലിസ്റ്റിലില്ല. അതിൽ തിരുവനന്തപുരത്ത് 4,36,000 ചില്ലുവാനം പേരാണ്. ശരി, ചിലപ്പോൾ ഇനി SIR ഫോമുകൾ മുഴുവൻ എത്തിയിട്ടില്ല എന്നൊക്കെ പലരും പറയും. 99.7% ഫോമുകൾ കൊടുത്തത് തിരിച്ചെത്തിക്കഴിഞ്ഞു. അങ്ങനെ നോക്കിയാൽ ഇത് കരടായിരിക്കും, ചിലപ്പോൾ ഇതിൽ വ്യത്യാസങ്ങൾ വരാം. ഈ തിരുവനന്തപുരം ജില്ല എന്ന് പറയുമ്പോൾ ആറ്റിങ്ങൽ ഉൾപ്പെടുമ്പോഴത്തേക്ക് 14 നിയമസഭാ മണ്ഡലങ്ങളാണ്. ഓരോ നിയമസഭയിലും 30,000 വോട്ടിൻ്റെ വ്യത്യാസം വരുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഇതാരാണ് ഇത്ര നാൾ വോട്ട് ചെയ്തുകൊണ്ടിരുന്നത്? ഈ വോട്ടുകൾ മാറിക്കഴിഞ്ഞാൽ ആരാണ് എൻ്റെ ഗുണഭോക്താവ്? കോൺഗ്രസിനും കമ്മ്യൂണിസ്റ്റിനും അല്ല പോകാൻ പോകുന്നത് ഇത്തരം വോട്ടുകളിൽ ബഹുഭൂരിപക്ഷവും. അപ്പോൾ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായിരിക്കും, വലിയ മാറ്റങ്ങൾ. പക്ഷേ SIRമായി ബന്ധപ്പെട്ട് SIR വേണ്ട എന്നാണ് പ്രതിപക്ഷം സഹിതം പറയുന്നത്. ഭരണപക്ഷവും പ്രതിപക്ഷവും പറയുന്നത് SIR നമ്മുടെ നാട്ടിൽ വേണ്ട എന്നൊക്കെയാണ് പറയുന്നത്. ഇത്രയേറെ ഗുണങ്ങൾ ഉണ്ടായിട്ടും അപ്പോൾ എന്തുകൊണ്ടാണ് അവരിങ്ങനെ എതിർക്കുന്നത്? ജനങ്ങൾക്ക് ഒരു ഉപകാരപ്രദമാകുന്ന, നാടിന് ഉപകാരപ്രദമാകുന്ന കാര്യങ്ങളല്ലേ? പക്ഷെ ജനങ്ങളോട് അവർ പറയുന്നത് നേരെ തിരിച്ചാണ്. അല്ല, ഗുണഭോക്താവ് ആരാണെന്ന് അവർക്ക് നല്ലപോലെ അറിയാം. ഇത് മുൻകൂട്ടി കണ്ടാണ് ഈ വോട്ട് ചോരി എന്ന് പറഞ്ഞ് ഒരു നറേറ്റീവ് ഉണ്ടാക്കി വിട്ടത്. ആക്ച്വൽ വോട്ട് ചോരി നടത്തിക്കൊണ്ടിരുന്നത് ആരാണ്? ഈ 2 കൂട്ടരാണ്. ഈ ചില കള്ളന്മാർക്കൊരു ബുദ്ധിയുണ്ട്. അവൻ കക്കാൻ പോകുന്നതിന് മുമ്പേ അവൻ വിളിച്ചു പറയും, ദേ അവൻ കക്കുന്നു എന്ന്. ആൾക്കാരുടെ ശ്രദ്ധ അങ്ങോട്ട് മാറ്റിയിട്ട് ഇവിടെ കക്കും. ഇതാണ് കാലങ്ങളായി സംഭവിച്ചുകൊണ്ടിരുന്നത്. ഇവർ ഈ ബാലറ്റ് ബോക്സ്, ഇത്തരം പല കാര്യങ്ങൾ പറയുന്നുണ്ട്. ബാലറ്റ് പേപ്പറിലായിരുന്നല്ലോ ഒരു കാലത്ത് വോട്ട് നടന്നുകൊണ്ടിരുന്നത്. അന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്, പ്രത്യേകിച്ച് വടക്കേ ഇന്ത്യയിൽ എന്താ നടന്നുകൊണ്ടിരുന്നത്. ഇലക്ഷൻ കഴിഞ്ഞാൽ കൗണ്ടിങ് ദിവസം തൊട്ട് ഒരാഴ്ചക്കകത്ത് 400 പേര് കൊള്ളിവെപ്പിലും അക്രമത്തിലും മരിക്കുന്നു. എന്തുകൊണ്ടായിരുന്നു? ഈ ബാലറ്റ് പേപ്പർ മൊത്തമായിട്ട് അടിച്ച് വീടുകളിൽ പോയി വരുന്നു, വ്യാജമായിട്ട് എണ്ണി വോട്ടുണ്ടാക്കുന്ന ഒരു പ്രക്രിയ ഉണ്ടായിരുന്നു. അതിലോട്ട് തിരിച്ചു കൊണ്ടുപോകാനാണ് ഇവർ വേണമെന്ന് പറയുന്നത്. ഇവർ പറയുന്നത് ഈ ബാലറ്റ് മെഷീനിൽ തകരാറുണ്ടെന്ന്. 2014 മോഡി സർക്കാർ വരുമ്പോൾ 2013 അവസാനം വരെ ആരാ ഭരിച്ചുകൊണ്ടിരുന്നത്? കോൺഗ്രസ് സർക്കാരില്ലേ. അപ്പോൾ മോഡി സർക്കാർ മെഷീനിൽ എന്ത് കാണിച്ചു എന്നാണ് പറയുന്നത്? അപ്പോൾ തോൽവി അംഗീകരിക്കില്ല. ഇപ്പം തന്നെ എന്തുകൊണ്ടാണ് BJP തിരുവനന്തപുരത്ത് ജയിച്ചിട്ടും വോട്ടിംഗ് മെഷീനെ പറ്റി കുറ്റം പറയാത്തതെന്നറിയോ? കാരണം കേരളത്തിൽ പല സ്ഥലത്ത് UDF ജയിച്ചു, അപ്പോൾ അവർക്ക് പറയാൻ വയ്യ. കർണാടകത്തിൽ കോൺഗ്രസ് ഭരിക്കുന്നു, അവിടെ മെഷീന് തകരാറില്ല. അപ്പോൾ ഇത് ഇവരിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും, ഇതൊരു നറേറ്റീവ് സൃഷ്ടിക്കുകയാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ വരി SIR വന്നാൽ അതിൻ്റെ ഗുണഭോക്താവ് ആരാന്ന് ഇവർക്കറിയാം. ശരിയായ വോട്ടർമാർ വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ദേശസ്നേഹികൾ വോട്ട് ചെയ്യുന്ന ആർക്കാണെന്നറിയാം. വോട്ട് ചെയ്താൽ അത് BJP ഗുണഭോക്താവോ. അതുകൊണ്ടാണ് ഇവർ ഓടിച്ചാടി പോകുന്നത്. എവിടെ പോയാലും തോൽക്കാൻ പോകുന്ന കേസാണെന്ന് എല്ലാവർക്കും അറിയാമുണ്ട്. SIR വരും, SIRൻ്റെ ഗുണഭോക്താക്കൾ യഥാർത്ഥ ഭാരതീയർക്ക് കിട്ടും. അങ്ങനെ വരുമ്പോൾ BJP അതിശക്തമായ മുന്നേറ്റം ഈ വരുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിലും ഉണ്ടാക്കും.